അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മീഷോയിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുള്ള വെറും 156 രൂപയുടെ ധൂം സ്റ്റിക്ക് കേട്ടോ. 12ഓളം ബോക്സിൽ 120ഓളം സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മളെല്ലാവരുടെയും കൂടെയും മസ്ക ബണ്ണിന് പകരം മസ്ക ബ്രെഡാണ് ഉണ്ടാക്കണേ. എല്ലാവരും ഒന്ന് നോക്കി ഉണ്ടാക്കണം കേട്ടോ. അപ്പം നമ്മളിന്ന് പറയാൻ വന്നതേ, ഇതിപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം കേട്ടോ. എനിക്കൊരു അനുഭവം ഉണ്ടായി, അതുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ സമ്പത്തും സൗന്ദര്യവും എന്തെങ്കിലുമൊക്കെ ജീവിത സൗകര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിലേ നമ്മളത് വിചാരിക്കേണ്ട കേട്ടോ നമ്മുടെ ക്രെഡിറ്റ് കൊണ്ടാന്ന്. അത് അള്ളാഹു നമുക്ക് ഔദാര്യം തന്നെയാണ്. ചിലർക്ക് കൊടുത്ത് പരീക്ഷിക്കും, ചിലർക്ക് കൊടുക്കാതെ പരീക്ഷിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. അതല്ലാണ്ട് നമ്മളെ പ്രത്യേകം മിടുക്കൊണ്ടോ അള്ളാഹ് നമ്മുടെ പ്രത്യേക പരിഗണന നൽകുന്നതുകൊണ്ടൊന്നിട്ടല്ല കേട്ടോ. അള്ളാഹ്ക്ക് എല്ലാവരും അള്ളാൻ്റെ അടിമകളാട്ടോ. തക്കവയുള്ളവർക്കല്ലാതെ അള്ളാൻ്റെ മുമ്പിൽ പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സമ്പത്തോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കണ്ട, എനിക്കെന്തോ നല്ല ആളായതുകൊണ്ടാണ് എനിക്ക് അള്ളാഹു പ്രത്യേകം അങ്ങനെയൊന്നും ഓർക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ആര് കൂടെ ഇല്ലെങ്കിലും അള്ളാഹ് കൂടെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. ഇനി എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട്, അള്ളാഹ് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തേണ്ടതും അള്ളാഹിനെ തന്നെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ പേരിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഒരുപാട് അനുഭവങ്ങളുണ്ടാവും എല്ലാവർക്കും. ഈ വോയിസ് കേൾക്കണവർക്കൊക്കെ ഉണ്ടാവും അങ്ങനൊരു തോന്നൽ. നമ്മളാരും പേടിക്കണ്ട കേട്ടോ. നമ്മൾ ചെയ്തിട്ട് നമുക്ക് രാത്രി കിടന്ന് നന്മ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓർത്തോളം നമ്മൾ നല്ല കാര്യമാണ് ചെയ്തത്. ചെറിയ നിസ്സാര കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്തോളൂ, അത് നമ്മൾ ചെയ്തത് നമുക്ക് തന്നെ നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു മോശം കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അള്ളാഹ് മതി കേട്ടോ. ഇൻഷാ അള്ളാഹ് മനുഷ്യരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കേണ്ടത്, അള്ളാൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ പോണ വഴിയിൽ നമ്മുടെ ചേർത്ത് പിടിച്ചവരെയും നമ്മുടെ കൈ തന്നവരെയൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ. തിരിച്ച് ചിലപ്പോൾ ആ വഴിയിലൂടെ വരുമ്പോഴേ നമുക്ക് അവരെ ഒന്നും കൂടി ആവശ്യമായിട്ട് വന്നാലോ. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആരെ കണ്ടിട്ടല്ലേ അഹങ്കരിക്കണേ? ഒന്നുമില്ല. ഇന്നോ നാളെയോ ഈ പറഞ്ഞ് തീരണേ മുന്നേ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ ജീവിതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യണേ.